എല്ലാവർക്കും ഫ്ലാസ്ക് ട്യൂട്ടോറിയൽ പാർട്ട് 2 സ്വാഗതം. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ആപ്പ് റൂട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സോ ആപ്പ് റൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു URLനെ ഒരു ഫംഗ്ഷനുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ആപ്പ് റൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഉദാഹരണമായി നമ്മൾ ഓൾറെഡി ഒരു ആപ്പ് റൂട്ടിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഉദാഹരണമായി നമ്മുടെ website.com എന്നാണെന്ന് കരുതുക. സോ ഇതിനെ നമ്മൾ URL ഉപയോഗിച്ചിട്ടുള്ളത് ഈ // മാത്രമാണ്. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് റൂട്ട് URL ആണ്, // മാത്രം. സോ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക്കൽ ഹോസ്റ്റ് ID യിൽ കാണുന്ന 127.0.0.1 പോർട്ട് നമ്പർ 5000 അത് എന്ന് പറയുന്നത് നമ്മുടെ www.website.com എന്നതിന് തുല്യമാണ്. അതിൻ്റെ റൂട്ട് URL ആണ്. സോ അത് നമുക്ക് ലഭിക്കുന്നത് അതുമായി നമ്മൾ ബന്ധപ്പെടുത്തിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഇതും ഒരു URL ആപ്പ് റൂട്ടിങ്ങിന് ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. സോ നമ്മൾ ആപ്പ് റൂട്ടിംഗ് മെയിൻലി ഉപയോഗിക്കുന്നത് നമുക്ക് വ്യത്യസ്ത URLകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി എനിക്ക് എൻ്റെ വെബ്സൈറ്റിൽ ഇനി website.com എബൌട്ട് എന്ന് ഒരു URL ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എബൌട്ട് എന്ന് പറയുന്ന പേജിലോട്ട് പോകണം. സോ നമുക്ക് അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു website.com /product എന്ന് പറയുന്നൊരു URL ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ URL റൂൾ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും, /product. നമ്മൾ റൂട്ട് URL നമ്മൾ // മാത്രമാണ് കൊടുത്തത്. സോ ബാക്കിയുള്ള പേജസിന് നമ്മൾ URL ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മളിതുപോലെ /about /product ഇത് ഇത് നമ്മുടെ website.com /product തുല്യമാണ്. ഇനി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പേജിനുള്ളിൽ നമ്മൾ മറ്റൊരു പേജ് കൂടി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റിൽ നമ്മൾ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു പേജ്. സോ നമുക്ക് പ്രൊഡക്റ്റ് /laptop എന്നായിരിക്കും അതിൻ്റെ URL റൂൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ URL റൂൾ എന്നാണ് വിളിക്കുന്നത്. /product /laptop എന്നായിരിക്കും. അതുപോലെ നമുക്ക് കോൺടാക്റ്റ് വേണമെങ്കിൽ നമ്മുടെ website.com /contact. സോ അതിൻ്റെ URL റൂൾ എന്ന് പറയുന്നത് /contact എന്നായിരിക്കും. സോ ഓരോ URLനും നമ്മളൊരു പ്രത്യേക ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഫംഗ്ഷനാണ് തീരുമാനിക്കുന്നത് ഏത് പേജാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന്, നമ്മുടെ വെബ് ബ്രൗസറിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ആ ഫംഗ്ഷനാണ് തീരുമാനിക്കുന്നത്. ആ ഫംഗ്ഷനുള്ളിൽ നമ്മൾ എന്താണ് എഴുതുന്നത് അതായിരിക്കും നമുക്ക് ലഭിക്കുക. സോ നമുക്കതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ് ID ആണ് ഇവിടെ കാണുന്നത്. സോ ഇതിൽ നമ്മൾ എബൌട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കില്ല, കാരണം നമ്മൾ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് ആയിരിക്കും വരിക. ദ റിക്വസ്റ്റഡ് URL വാസ് നോട്ട് ഫൗണ്ട് ഓൺ ദ സെർവർ. നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഇതങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഹോം പേജിൽ തന്നെ വന്നു. സോ നമ്മൾ ആദ്യമായി ഹോമിനെ നമ്മൾ ഹലോ വേൾഡ് എന്ന് മാറ്റി ദിസ് ഈസ് ഹോം പേജ് എന്ന് എഴുതാം, ഹോം പേജ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് അടുത്ത നമ്മൾ ഏതായിരുന്നു, എബൌട്ട്, പ്രൊഡക്റ്റ്, പിന്നെ പ്രൊഡക്റ്റ് ലാപ്ടോപ്പ്, പിന്നെ കോൺടാക്റ്റ്. സോ ഇവ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ @app.route നമ്മുടെ URL റൂൾ എബൌട്ടാണ്, എബൌട്ട്. സോ എബൌട്ട് നമ്മൾ ആ ഒരു URL എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടത് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ എബൌട്ട് എന്ന ഫംഗ്ഷൻ പേര് കൊടുക്കുന്നു. സോ നമുക്ക് ഒരു മെസ്സേജ് റിട്ടേൺ ചെയ്യാം. ദിസ് ഈസ് എബൌട്ട് പേജ്. സോ ബാക്കിയുള്ളത് നമ്മൾ ജസ്റ്റ് ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുന്നു, താഴെ പേസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് പേജാണ്. സോ നമ്മളിവിടെ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുന്നു, പ്രൊഡക്റ്റ്. സോ ദിസ് ഈസ് പ്രൊഡക്റ്റ് പേജ് എന്ന് കൊടുക്കാം. ദിസ് ഈസ് പ്രൊഡക്റ്റ് പേജ്. ഓക്കെ. സോ ഇതിൻ്റെ ഫംഗ്ഷൻ പേരും നമ്മൾ മാറ്റുന്നു, പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുന്നു. ഫംഗ്ഷൻ നെയിം പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുന്നു. അതുപോലെ അവസാനമായി നമ്മൾ ഈ അതിന് മുമ്പായിട്ട് നമുക്ക് പ്രൊഡക്റ്റിൽ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഭാഗം വരണം. നമ്മളതിന് ചെയ്യേണ്ടത് മുകളിൽ എഴുതിയ കോഡ് തന്നെ കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യാം. സോ നമുക്കിതിൻ്റെ ഫംഗ്ഷൻ നെയിം ലാപ്ടോപ്പ് എന്ന് കൊടുക്കാം. ഫംഗ്ഷൻ നെയിം ലാപ്ടോപ്പ്. URL റൂൾ നമ്മൾ പ്രൊഡക്റ്റ് /laptop. ദിസ് ഈസ് പ്രൊഡക്റ്റ് ലാപ്ടോപ്പ് പേജ് എന്ന് കൊടുക്കാം. സോ അവസാനമായി നമുക്ക് കോൺടാക്റ്റ് പേജ്. സോ ഫംഗ്ഷൻ നെയിം ഞാൻ കോൺടാക്റ്റ് എന്ന് കൊടുക്കുന്നു. URL റൂൾ /contact. ദിസ് ഈസ് കോൺടാക്റ്റ് പേജ്. സോ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ഹോം പേജ് ആണെങ്കിൽ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ദിസ് ഈസ് ഹോം പേജ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്തിരുന്ന മെസ്സേജ് ദിസ് ഈസ് ഹോം പേജ്.
സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എബൌട്ട് ആണ്. സോ നമ്മൾ ഫോർവേഡ് സ്ലാഷ് കൊടുത്തതിന് ശേഷം എബൌട്ട് എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് ദിസ് ഈസ് എബൌട്ട് പേജ് എന്ന് ലഭിക്കുന്നു. പിന്നെ അതുപോലെ നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നു, പ്രൊഡക്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് പ്രൊഡക്റ്റ് പേജ് എന്ന് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് പിന്നെ നമ്മൾ കൊടുത്തത് പ്രൊഡക്റ്റിൽ ലാപ്ടോപ്പ് ആയിരുന്നു, പ്രൊഡക്റ്റിൽ ലാപ്ടോപ്പ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് പ്രൊഡക്റ്റ് ലാപ്ടോപ്പ് പേജ്. സോ അതുപോലെ നമുക്ക് കോൺടാക്റ്റ് എന്ന് കൊടുത്ത് നോക്കാം, കോൺടാക്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിസ് ഈസ് കോൺടാക്റ്റ് പേജ് എന്ന് ലഭിക്കുന്നു. ഉദാഹരണമായി നമ്മളിവിടെ പ്രൊഡക്റ്റിൽ സ്മാർട്ട് ഫോൺ എന്ന് കൊടുക്കാം. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല സ്മാർട്ട് ഫോൺ. സോ നമുക്ക് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് വരുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്കൊരു URLനെ ഒരു ഫംഗ്ഷനുമായി മാപ്പ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആപ്പ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫംഗ്ഷനാണ് ആഡ് URL റൂൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഉദാഹരണമായി നമ്മുടെ website.com/home എന്ന് പറയുന്ന ഒരു URL ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ബൈ ചാൻസ് ആരെങ്കിലും ഇതുപോലെ ഒരു ഹോം എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോം പേജിലോട്ട്, അതായത് ദിസ് ഈസ് ഹോം പേജ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനിലോട്ട് നമുക്കതിനെ മാപ്പ് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ അതിനാണ് നമ്മൾ ആഡ് URL റൂൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ ആഡ് URL റൂൾ, അതിനുശേഷം നമ്മുടെ URL റൂൾ കൊടുക്കുക, അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് നെയിം കൊടുക്കുക, അതിനുശേഷം നമ്മൾ ഏത് ഫംഗ്ഷനാണോ നമുക്ക് റൺ ആവേണ്ടത് ആ ഒരു URL എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനാണോ റൺ ആവേണ്ടത്, സോ നമുക്ക് ഹോം എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷൻ നെയിം കൊടുക്കുക. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഹോം എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും വരില്ല, നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഹോം ഡിലീറ്റ് ചെയ്ത് സോ നമ്മുടെ വെബ്സൈറ്റ് നെയിം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂട്ട് URL അഥവാ നമ്മുടെ ഹോം പേജ് ലഭിക്കും. സോ നമുക്ക് ഹോം എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴും /home എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഹോം പേജ് ലഭിക്കണം. സോ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ് ആഡ് URL റൂൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമ്മൾ ചെയ്യേണ്ടത്, സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് ഉപയോഗിച്ച് നമ്മൾ app.add URL റൂൾ, സോ നമ്മൾ ആദ്യമായി കൊടുക്കേണ്ടത് നമ്മുടെ URL റൂളാണ്. ഏത് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, സോ നമ്മുടെ website എന്താണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സോ ഉദാഹരണമായി നമ്മളിവിടെ ഹോം എന്നാണ് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോമ കൊടുത്ത ശേഷം സോ അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് പോയിൻ്റ് ആണ്, എൻഡ് പോയിൻ്റ് നെയിമാണ്. സോ അത് നമ്മൾ ഹോം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു URL എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫംഗ്ഷനാണ് റൺ ആവേണ്ടത്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഹോം എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ നമ്മളിവിടെ ഹോം എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഹോം പേജ്. ഇനി നമ്മൾ ഹോം എന്ന് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ദിസ് ഈസ് ഹോം പേജ് എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്കൊരു പ്രത്യേക URLനെ നമ്മുടെ ഫംഗ്ഷനുമായി മാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതുപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത പേജുകൾ നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വ്യത്യസ്ത പേജിലോട്ട് നമുക്ക് നമ്മുടെ URLനെ റൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.